നമ്മുടെ ഇന്നത്തെ വീഡിയോ കമിതാക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമിതാക്കൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മൾ പ്രൈവറ്റായിട്ട് മെസ്സേജുകൾ പല സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിൻ്റെ പേഴ്സണൽ ഫയൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പനിയുടെ ഡാറ്റാസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പല ആൾക്കാർക്കും സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുന്നത് മറ്റാരും കാണുന്നത് തന്നെ ശരിയുള്ള കാര്യമായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് പല സാഹചര്യത്തിലും തോന്നാറില്ലേ. അപ്പോൾ അത് അവർ റീഡ് ചെയ്യുന്നത് വരെ നമ്മൾ ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ മെസ്സേജുകളൊക്കെ 3 രീതിയിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും. മെസ്സേജ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, എന്തായാലും. ഇപ്പോൾ ഈ 3 മെത്തേഡിൽ 2 മെത്തേഡിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൻ്റെ പോലും ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എന്താ പറയുക, വേറൊരു മെസ്സേജ് നിങ്ങൾ പ്രൈവറ്റായിട്ട് ഇത് കാണുകയാണെങ്കിൽ തന്നെ അതെന്താണെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാനെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ടെക്നോളജി എളുപ്പമാക്കുന്ന, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. നമ്മളീ പറയുന്ന മെത്തേഡ് വാട്സാപ്പിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കും, ഇപ്പോൾ മെയിലായിക്കോട്ടെ, മെസ്സഞ്ചർ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായാൽ പോലും ഇതുപോലെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും. അതിന് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മോഴ്സ് കോഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അതായത് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിനെ ഒരു കോഡ് രൂപത്തിലാക്കിയിട്ട് ആ ആളിന്, നിങ്ങൾക്ക് അയക്കേണ്ട ആളിന് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേവറേറ്റ് വെബ് ബ്രൗസർ എടുക്കുക. അതിനുശേഷം നിങ്ങൾ മോഴ്സ് കോഡ് എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞ ശേഷം നമുക്ക് അതിനകത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കവിടെ കാണുന്ന ആ ട്രാൻസ്ലേറ്റ് മെസ്സേജ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ താഴെ നോക്കുമ്പോൾ കുറച്ച് ഡോട്ട്സും ഹൈഫണൊക്കെ കാണുന്നില്ലേ, അതാണ് ആ കോഡ് എന്ന് പറയുന്നത്, നമ്മൾ അയക്കേണ്ട കോഡ്. അപ്പോൾ നമ്മൾ അതിനെ ഫുള്ളൊന്ന് കോപ്പി ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കോപ്പി ചെയ്തിട്ട് നമ്മൾ അയക്കേണ്ട ആൾക്ക് അതിനെ അങ്ങനെ തന്നെ അങ്ങ് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്ത ശേഷം അയാളോട് ഇത് മോഴ്സ് കോഡാണെന്നോ ഫോൺ വിളിച്ചോ ഒക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് നിങ്ങളിത് അയക്കുമ്പോൾ ആളിന് കറക്റ്റായി മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമുള്ള കാര്യമല്ല. നിങ്ങളൊന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് വഴി ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്ത് ആ ആളിന് ഈ ഫയലിനെ കോപ്പി ചെയ്ത ശേഷം ആ ആൾ നേരെ ഈ സൈറ്റിൽ വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത സ്ഥലം എവിടെയാണോ അവിടെ അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ നേരത്തെ ഹൈഫണും ഡോട്ട്സും ഒക്കെ വന്ന സ്ഥലത്ത് ആ മെസ്സേജ് കാണിക്കുന്നതാണ്. ഇത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതറിയാമെന്നുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ആ കോഡ് എടുത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ. അതായത് ഇങ്ങനെ അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് പോലും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവരുത്. ഇത് വായിക്കേണ്ട ആളിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനൊരു വഴിയുണ്ട്. അതിന് വേറൊരു സൈറ്റുണ്ട്. അതിനകത്ത് നിങ്ങൾ പ്രിവ് നോട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ്, ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. നിങ്ങൾ ഈ കാണുന്ന മെത്തേഡെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ പ്രിവ് നോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം ഷോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഒരുപാട് വലിയ തലവേദന പിടിക്കുന്ന ഓപ്ഷൻസ് ഒന്നുമില്ല. ഇവിടെ നോട്ട് സെൽഫ് ഡിസ്ട്രക്റ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കുക. ആഫ്റ്റർ റീഡ് ഇറ്റ് എന്നാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെസ്സേജ് കാണുന്ന ആൾ കണ്ട് വായിച്ച ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എല്ലായിടത്തുനിന്നും ഡിലീറ്റ് ആവും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ആൾ ഒറ്റ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് അവിടെ ഇല്ല. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഈ മെസ്സേജ് വായിച്ചാലും ഇല്ലെങ്കിലും 1 മണിക്കൂറിന് ശേഷം ഡിലീറ്റ് ആവാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം. അത് 30 ദിവസം വരെയുള്ള ടൈം ലിമിറ്റിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തിടാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് പാസ്വേഡ്, മാനുവൽ പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഈ ഒരു മെത്തേഡിൽ നോക്കാൻ പോകുന്നത്. അതായത് നമ്മളവിടെ ഇപ്പോൾ ഒരു പാസ്വേഡ് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ആ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോയതിൻ്റെ ഒരു ഇമെയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ അവിടെ കൊടുക്കാനായിട്ട് ഓപ്ഷനുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ ക്രിയേറ്റ് നോട്ട് കൊടുക്കുകയാണ്. ക്രിയേറ്റ് നോട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ആ ലിങ്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇമെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അതിനെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നിന്ന് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത ശേഷം നമ്മൾ ആർക്കാണോ അയക്കേണ്ടത് ആ ആളിന്
അയച്ചു കൊടുക്കുക. അപ്പോൾ അവരത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്രൗസറിൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരോട് ഈ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാനുള്ള നമ്മൾ ഇട്ട് കൊടുത്ത പാസ്വേഡ് ചോദിക്കുന്നതാണ്. ഇത് നിങ്ങൾ ഫോൺ വിളിച്ചിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ കൂടെ ഇതിൽ കൂടെ തന്നെ പാസ്വേഡും കൂടെ അയച്ചു കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, അതിപ്പോൾ വേറെ ആരെങ്കിലുമാണ് വായിക്കണമെങ്കിൽ അയാൾക്ക് പാസ്വേഡ് എടുത്തിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫോൺ വിളിച്ചിട്ടോ മറ്റോ ആ പാസ്വേഡ് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെയും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത് ഇനിയൊരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് മെത്തേഡിലും ഒരു കാര്യമുള്ളത് ടെക്സ്റ്റാണ്. നമ്മൾ ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കിതേപോലെ പ്രൈവറ്റായിട്ട് അയക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമുക്ക് അയക്കണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ വിൻറാർ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വിൻറാറിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. കംപ്രസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് മൊബൈലിലും അതൊക്കെ അവൈലബിൾ ആണ്. റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയക്കേണ്ട ഫയൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ്റെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തൊക്കെ അയക്കുന്നു എന്നുള്ളതല്ല വിഷയം, നമ്മളിത് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫയലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു 2 ഫോട്ടോ ഞാൻ അയക്കാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിലുള്ള പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളതിനൊരു പേരും കൊടുത്തിട്ട് നമ്മളിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓക്കെ കൊടുക്കുക. നമ്മൾ എവിടെയാണ് അത് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സ്ഥലം കൂടെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരുപാട് ഫയൽസ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ IMG എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് വേറൊന്നുമില്ല, അപ്പോൾ ഞാൻ അതിനകത്ത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഫയൽ നമ്മളവിടെ കാണുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കതിനെ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഫയലും ഇതുപോലെ തന്നെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ആളിന് പാസ്വേഡ് വിളിച്ച് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആ പാസ്വേഡ് അയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ അത് ഓപ്പൺ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് അയക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 മെത്തേഡ് നിങ്ങൾ നോക്കി വെച്ചേക്കുക. കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെയൊക്കെ എന്താ പറയുക ഫോട്ടോസൊക്കെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നത്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അയാളായിരിക്കില്ല ചിലപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുന്നത്. അയാൾ തൽക്കാലമായിട്ട് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ള ഫോൺ ആരെങ്കിലും മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ വഴി സ്പ്രെഡാവുന്ന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. കൂട്ടത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വരുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക.